ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഡേ വ്ളോഗ് തന്നെയാണ്. പിന്നെ ഇന്ന് നമുക്ക് നൈറ്റ് ഇവിടെ ചെറിയൊരു സൽക്കാരുണ്ട്. എൻ്റെ അനിയത്തിനെയും ഹസ്ബൻഡിനെയും സൽക്കരിക്കാറുണ്ട്. പിന്നെ ആശിൻ്റെ ഒരു ഫ്രണ്ടും വൈഫും വരും ഫ്രണ്ട് നാട്ടിൽ നിൽക്കണം. അപ്പോൾ ഓലും വിളിച്ചിരുന്നു. അപ്പം അങ്ങനെ ചെറിയൊരു സൽക്കാരം അല്ലേ. എന്നാൽ ഞങ്ങൾക്കൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉച്ചക്ക് ഇറങ്ങേണ്ടി വരും. അപ്പം ഏതായാലും കാണാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല, ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നൈറ്റൊക്കെ നല്ല ഹെവി ഫുഡല്ലേക്കും. അപ്പോൾ പിന്നെ രാവിലെ ഒന്ന് സിമ്പിളാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ആ ടൈം കൊണ്ട് തന്നെ അമ്മ രാവിലെ കാൽച്ചായക്കും വേണ്ടിയിട്ട് പഴം ജസ്റ്റ് ഇങ്ങനെ മുരിച്ചെടുക്കല്ലോ നെയ്യിലിട്ടാണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഉപ്പുമാവിനുള്ള ക്യാരറ്റും ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഞാൻ റവ ആദ്യം ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കൽ. അങ്ങനെ ഏതായാലും നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ രാത്രിക്കത്തെ മെനു എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസും ചിക്കൻ കടായും പിന്നെ അതേപോലെ ക്രീമി പാസ്തയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബീഫ് വരട്ടും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മ അവിടുന്ന് വരുമ്പോൾ പൊരിച്ച പത്തിരി കൊണ്ടുവരണേനു, അപ്പോൾ അതും ഉണ്ടാവും. പിന്നെ ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അനിയത്തിൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് വിളിക്കാൻ തരെ കൂടിയിട്ടില്ലേനു. ഇപ്പോൾ അനിയത്തിൻ്റെ ഹസ്ബൻഡ് പോയിക്കണു. ഞാനിപ്പോൾ ഈ വ്ളോഗ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ പോയിട്ടുണ്ട്. അന്ന് എടുത്തുവെച്ച വ്ളോഗാണെന്ന് മാത്രം. അപ്പോൾ ഏതായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയതുകൊണ്ടൊക്കെയുണ്ട്. ലഞ്ചിന് ഞങ്ങൾ ചിക്കൻ കറി നെയ്ച്ചോറാണെന്ന് പ്ലാൻ ചെയ്തത്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കറിയും വെക്കാം നെയ്ച്ചോറും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ടൈം കൊണ്ട് തന്നെ ഫെമി അകമൊന്നായിട്ട് അടിച്ചു വാരി തുടച്ചെടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം ഫെമി കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഫെമി ഏകദേശം 8 മണിയൊക്കെ ആയപ്പം കോളേജിലേക്ക് പോയിട്ടു. ഇന്നിപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുള്ള ദിവസം കൂടെയാണ്. ഐസൂനും എനിക്കൊക്കെ പോവാണ്ട്. പിന്നെ ഓല് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ നിന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇത് ഐസോന് കൊണ്ടുപോകാനുള്ള പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. അവന് ഇഷ്ടമുള്ളത് ഇതാണ്, പക്ഷേ ഞാൻ എന്നൊന്നും കൊടുത്തേക്കലില്ല. ഞാൻ അധികം ഫ്രൈഡ് റൈസ് മോഡൽ എന്തെങ്കിലുമൊക്കെ റൈസ് ആക്കിയിട്ട് കൊടുക്കലാണ്. അങ്ങനെ അതൊക്കെ ആവണ നേരം കൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുത്ത് വെച്ചു. പിന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഐസൂനെ മാറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഐസൂനൊന്ന് മാറ്റിച്ചെടുക്കണ ആശയാണ്, എനിക്ക് പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ പിന്നെ ആശിനെ ഏൽപ്പിച്ചു. എന്നത്തെയും പോലെ ഇന്നും മടിച്ചാണ് കേട്ടോ സ്കൂൾക്ക് പോണത്. ഇതാണ് കേട്ടോ ഐസൂൻ്റെ യൂണിഫോം. കുറേ പേര് യൂണിഫോം കിട്ടിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ ചോദിച്ചിരുന്നു. യൂണിഫോം ഇപ്പോഴാണ് കേട്ടോ കിട്ടണത്. ഇപ്പോൾ കുറച്ച് 1 വീക്കായി കിട്ടിയിട്ട്. ഇപ്പം അടി ഇങ്ങനെ കൂടി വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഇങ്ങനെ പോവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പോണില്ല, നിങ്ങൾ വരുമോ എന്നെ കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ്. അങ്ങനെ ഏതായാലും ഒരു 9:30 ആയപ്പോൾ അവൻ്റെ വണ്ടി വന്നു. അങ്ങനെ ഓൻ സ്കൂൾക്ക് പോയി. പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടിച്ചു വാരി തുടച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ആശാ വർക്കർ ആയതുകൊണ്ട് തന്നെ കുറച്ച് മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞിപ്പോൾ ചിലപ്പോൾ ഈവനിങ് ഇക്കാരം വരുള്ളൂ. അങ്ങനെ ഏതായാലും ഞാൻ എൻ്റെ അക്കാദമിയിലെത്തി. ഞാൻ ഇന്ന് ഉച്ച വരെ ഇരിക്കണുള്ളൂ. ഉച്ചയ്ക്ക് എനിക്ക് വീട്ടിൽ തന്നെ പോരാൻ സർക്കാരത്തിനുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയതാണ്. ഞങ്ങൾ പോരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിക്ക് ഇറങ്ങിയതാണ്. ഒന്ന് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്കുള്ള പാലൊക്കെ ഗ്യാസിൽ വെച്ചിട്ട് ബാക്കി പണികൾ തുടങ്ങട്ടെ. ഞാൻ ഏകദേശം പണിയൊക്കെ സ്റ്റാർട്ടായപ്പോൾ തന്നെ ഫെമി കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മക്ക് വൈകുന്നേരം വരാൻ കഴിയുള്ളൂ പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഫെമി ഉച്ചയ്ക്ക് വന്നതാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട്. ഫെമി അന്നേരം നമുക്ക് രണ്ടാൾക്കും ഇനി ഒപ്പം കിച്ചണിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടോളൂ മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞാൻ ആ നേരം കൊണ്ട് ഇനി കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മടക്കി എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കിച്ചണിക്ക് ഇറങ്ങി. ഫെമിയാണ് കേട്ടോ എനിക്ക് എല്ലാതും കട്ട് ചെയ്ത് തന്നത്. ഞാൻ കുക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഒരാളിങ്ങനെ കട്ട് ചെയ്ത് തന്നാൽ തന്നെ നമുക്ക് കുക്കിങ് ഭയങ്കര എളുപ്പമായി കേട്ടോ. ഞങ്ങൾ ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ട് കിച്ചണിക്ക് ഇറങ്ങിയപ്പം. എന്നാലും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കാൻ പറ്റി. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ചിലപ്പം പാർസൽ കൊണ്ടുവരലുണ്ട്. ഈ പ്രാവശ്യം ഇപ്പോൾ പാർസൽമൊക്കൊന്നും തിരിഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ആശിക്കും ഞാൻ ചെറിയൊരു പണി കൊടുത്തു. ബീഫ് വരട്ടിന് വേണ്ടിയിട്ട് ബീഫ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം മുറിച്ചാതേന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു. പിന്നെ ഇത് നമുക്ക് കടായിക്കുള്ള ചിക്കനാണ്, അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ വെജിറ്റബിൾ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ടേബിളും റാക്കൊക്കെ ആകെ അരപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. പിന്നെ ബീഫ് വരട്ടാനുള്ള ബീഫൊന്ന് കേക്ക് എടുക്കുകയാണ്. അങ്ങനെ ബീഫും കുക്കറിൽ വെച്ചു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള റൈസ് ഇവിടെ കേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ തിളപ്പിച്ച് ഊറ്റാണ് കേട്ടോ റൈസ്. ചോറടുപ്പത്തിട്ടതിന് ശേഷം ഞാൻ പിന്നെ മക്രോണി കേക്ക് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റൈസും മക്രോണിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
കടായി തൊട്ടപ്പുറത്തെ കുക്കറിൽ തന്നെ കടായും വെച്ചിട്ടുണ്ട്. ഞാൻ വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത്. കുക്കറിൽ വിസിലടുപ്പിച്ചിട്ടൊന്നുമില്ല, ആ പാത്രം ഒന്ന് ഉപയോഗിച്ചെന്നുള്ളൂ. അപ്പോൾ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്രോണി ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫും ഇവിടെ വെന്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടച്ചെടുത്തിട്ട് ആകെ അലമ്പായിനി. അപ്പം വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ചെടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബീഫ് തൂമിക്കാനും അതേപോലെ മക്രോണി ഉണ്ടാക്കാനും മാത്രമേ ഉള്ളൂ. അതൊക്കെ പിന്നെ ചെറിയ പരിപാടികളല്ലേ. അപ്പോൾ നിസ്കരിച്ചിട്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞാൽ വീണ്ടും കിച്ചണിക്ക് തന്നെ. പിന്നെ കിച്ചണിക്ക് ഇറങ്ങിയിട്ട് ഒരു ഹറിബറി ചെയ്യുന്നു. ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ പാസ്തയും ബീഫൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഐറ്റംസൊക്കെ ഇവിടെ റെഡി ആയിക്കോണു. ചപ്പാത്തിയും പൊറാട്ടയും പൊരിച്ചപത്രിയും ഫ്രൈഡ് റൈസും പാസ്തയും ചിക്കൻ കടായും ബീഫും ഒക്കെ സെറ്റായിക്കോണു കേട്ടോ. അപ്പോഴത്തേക്കും ഓല് വന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഓർക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ സൽക്കാര വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തീർന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.